സുഭാഷ് സൈൻ ചെയ്തിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. നിധി വരുമ്പോൾ വിഷമിച്ചിരിക്കുന്ന സുഭാഷിനെയാണ് കാണുന്നത്. സുഭാഷ് നിധിയോട് പറയും, മോൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. സുഭാഷ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിധിക്ക് സങ്കടമാവും. സുഭാഷ് കയ്യിലുള്ള കാശ് നിധിക്ക് കൊടുത്തിട്ട് പറയും, ഇത് വെച്ചോ. നിധി പറയും, വേണ്ട സുഭാഷ് ഏട്ടാ, എൻ്റെ കയ്യിലുണ്ട്. സുഭാഷ് പറയും, ഞാനല്ലേ തരുന്നത്, വാങ്ങിക്ക്. ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റായിട്ട് എടുക്കരുത്. മോള് പറ്റുമെങ്കിൽ സുധീഷിനൊന്ന് വിളിക്കണം. അവനങ്ങനെ വൃത്തികെട്ടവനൊന്നുമല്ല. അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അവനറിയില്ല. വീട്ടിൽ ഒരമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവനിങ്ങനെ ഒന്നും പെരുമാറില്ലായിരുന്നു. ഞാൻ വളർത്തിയ കുട്ടികളല്ലേ, വീട്ടിലെ സാഹചര്യം കൊണ്ടാണ്. അവൻ ചെയ്ത തെറ്റിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, അത് വലിയ തെറ്റാ. മോള് മനസ്സുകൊണ്ടെങ്കിലും അതൊന്ന് ക്ഷമിക്കണം. മോളകത്ത് പോയിക്കോ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സുഭാഷ് വീട്ടിലെത്തുമ്പോൾ എല്ലാവരും സുഭാഷിനെ കാത്തിരിക്കുകയാണ്. ശ്രുതി ഓടി വന്ന് ചോദിക്കും, നിധി തിരിച്ചു വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സുഭാഷ് ചോദിക്കും, അവൾ കണ്ണുപൊത്തി കളിക്കണമെന്നാണോ നീ വിചാരിച്ചത്? എടാ, അവൾ ഇവിടുന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് പോയത്. സുഭാഷ് ഏട്ടന് ഒന്ന് പറയായിരുന്നില്ലേ? അവൾ എന്നോട് നേരിട്ട് ജോലി സ്ഥലത്ത് വന്ന് പറയായിരുന്നു. അവൾ എന്നോട് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, പോകരുതെന്ന് പറയരുതെന്ന്. പിന്നെ ഞാൻ അവളോട് എന്താ പറയുക? അവളിവിടെ നിൽക്കണമെന്ന് നമ്മുടെ മാത്രം ആവശ്യമാണ്, അവളുടെ അല്ല. അവൾ എന്നോട് വന്ന് പറഞ്ഞതുപോലും ഒരു മര്യാദയായിട്ടാണ് ഞാൻ കണ്ടത്. അവൾക്കതിൻ്റെ ആവശ്യം പോലുമില്ല. വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് നേരിട്ട് അവൾക്ക് പോകാമായിരുന്നു. സാധനങ്ങളൊക്കെ ഒരാളെ വിട്ട് എടുപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അവളത് ചെയ്തില്ല. അവളെന്നെ ഒരു സ്വന്തം ഏട്ടനെ പോലെയാണ് കരുതിയത്. ഇവരെയും. നിന്നെ അവളങ്ങനെയല്ല കണ്ടിരിക്കുന്നത്. അതിനുള്ള സമയം പോലും നീ അവൾക്ക് കൊടുത്തില്ല. ശ്രുതിക്കാണെങ്കിൽ ഇതിനൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല. ശ്രുതിയുടെ മനസ്സ് മുഴുവൻ കുറ്റബോധമാണ്. അവരൊക്കെ അവിടുന്ന് പോയി കഴിയുമ്പോൾ ശ്രുതി അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. രാത്രി കിടക്കുമ്പോൾ നികേഷ് സുഭാഷിനോട് ചോദിക്കും, ഇനി ഇടത്തി ഇങ്ങോട്ട് വരില്ലായിരിക്കും അല്ലേ? എല്ലാത്തിനും കാരണം സുധീഷ് ഏട്ടനാ. സുഭാഷ് പറയും, അത് അവരുടെ കാര്യമാണ്, നീ അതിൽ ഇടപെടേണ്ട. സുധീഷിന് അതിൽ നല്ല വിഷമമുണ്ട്. അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കുട്ടിയല്ലേ, നീ ഉറങ്ങിക്കോ. നിധി വീട്ടിലുണ്ടായ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി അതുപോലെ നിധി ഒപ്പം ഉണ്ടായിരുന്ന പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നികേഷ് ആണെങ്കിൽ വിഷമം കൊണ്ട് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. രാവിലെ ആകുമ്പോൾ നിധിക്ക് വീട്ടിലല്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടാവും. ചായ എടുത്ത് കുടിക്കുമ്പോൾ സുഭാഷിനെ ഒരുപാട് മിസ് ചെയ്യും. നിധിക്ക് അവിടെയുള്ള ചായ ഒട്ടും ഇഷ്ടാവുന്നില്ല. നിധി വെറുതെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ സൈക്കിളുമായിട്ട് പുറത്ത് നിൽക്കുന്ന അച്ഛനെയാണ് കാണുന്നത്. നിധി വേഗം തന്നെ പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്.